ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു വെഡ്ഡിങ് ഫംഗ്ഷന് പോവാണ്. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ടർബോ മൂവി കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നൈറ്റാണ് വെഡ്ഡിങ് ഫംഗ്ഷൻ. എൻ്റെ ഉപ്പയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് പടം. അങ്ങനെ നമ്മൾ പടത്തിന് കയറാൻ ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാളൂസിനൊരു ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു ഉപ്പച്ചി. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതല്ലേ സെലക്ട് പിങ്കും ബ്ലൂവാ ഇട്ട് നോക്കാന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പിങ്ക് ആയിരുന്നല്ലോ കേട്ടോ, ഒരു വൈറ്റ് ടോപ്പായിരുന്നു രണ്ടാമത് ഇട്ട് നോക്കി, അതാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പടത്തിന് കയറാനുള്ള ടൈമായി. മാളൂട്ടി കടയിൽ കേൾക്കുന്ന പാട്ടൊക്കെ കൂടെ പാടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പടം കാണാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഉപ്പച്ചി മമ്മൂക്കാൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. എല്ലാ സിനിമകളും കാണും. പക്ഷേ ടർബോ ഇറങ്ങിയപ്പോൾ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പടം കാണാൻ കയറി. മാളൂട്ടി ഫസ്റ്റ് ലാലേട്ടൻ ഫാൻ എന്നായിരുന്നു കേട്ടോ എപ്പോഴും പറയാറ്. പക്ഷേ മാളൂട്ടിക്ക് ഇപ്പം മമ്മൂക്കാനെയും ലാലേട്ടനെയും ഒരുപോലെ ഇഷ്ടമാണ് ഇപ്പോൾ ആൾ പറയാറ്. കാരണം ആദ്യം അവളും പുലിമുരുകനൊക്കെ കണ്ട് ലാലേട്ടൻ്റെ ഭയങ്കര ഫാനായതായിരുന്നു. മമ്മൂക്കാൻ്റെ ഓവർ സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം മമ്മൂക്കാൻ്റെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം രണ്ടുപേരും ഒരേപോലെ ഇഷ്ടമാണെന്ന് പറയുന്നത്. മാളൂട്ടി ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായി. മോഡേൺ കാർഡായിരുന്നു, ഇപ്പോൾ പടം എങ്ങനെ ഉണ്ടായിരുന്നു പറ. അടിപൊളിയല്ലേ മമ്മൂക്ക, സൂപ്പർ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടർബോ ഞെട്ടിച്ച്. അങ്ങനെ നമ്മൾ വെഡ്ഡിങ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. മാളൂട്ടി ആങ്കറിങ് ചെയ്യുന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡയറക്ടറുടെ വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ആങ്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാളൂട്ടി ചെന്ന് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ബ്രൈഡ് ആൻഡ് ഗ്രൂം എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എൻട്രി ഒക്കെ കാണാൻ പറ്റി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ വെഡ്ഡിങ് ഫംഗ്ഷൻ. പിന്നെ ഇത്തവണ ബിഗ് ബോസിലുണ്ടായിരുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ പാരൻസ് വെറുതെ അല്ല ഭാര്യ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ടീം ഫുൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ടൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. വെഡ്ഡിങ് ഫംഗ്ഷൻ അവർ നല്ല കളറാക്കി കേട്ടോ. പിന്നെ എൻ്റെ അമ്മ സൂപ്പറിൽ ഞങ്ങളും ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു മൊമെൻ്റൊക്കെയാണ്, നമ്മളെല്ലാ കണ്ടസ്റ്റൻസും ഒരുമിക്കുന്ന മൊമെൻ്റാണ് അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിനെ എനിക്ക് മിസ് ചെയ്തപ്പോൾ. അങ്ങനെ നമ്മളെ ബ്രൈഡും ഗ്രൂമും വന്നു. അവർക്ക് നല്ല അടിപൊളി വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മാളൂട്ടി എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോയിൽ എല്ലാവരെയും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ പറയുന്നതാണ്. പിന്നെ നമ്മൾ ഷിയാസ് കരീം ഉണ്ടായിരുന്നു. പിന്നെ രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരുന്നു. രഞ്ജിനിയാണ് കുറേയൊക്കെ പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലുള്ള ആങ്കേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ സുരേഷ് ഗോപി സാർ ഉണ്ടായിരുന്നു. പിന്നെ ശ്വേത മാം ഉണ്ടായിരുന്നു. ശ്വേത മാം വന്നിട്ട് വെറുതെ അല്ല ഭാര്യ ടീമിൽ അവരെല്ലാവരും സ്റ്റേജിൽ കയറി ജസ്റ്റ് ബ്രൈഡിനും ഗ്രൂമിനും ഗെയിംസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. കാരണം ശ്വേത മാം വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കണക്ഷനൊക്കെ വെച്ചിട്ട് അവർ ബ്രൈഡിനും ഗ്രൂമിനും കുറേ ടാസ്ക്കൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ പ്രോഗ്രാം. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ശ്വേത ചേച്ചീൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. പിന്നെ ജാൻമണി ഉണ്ടായിരുന്നു. അപ്പോൾ ജാൻമണീനെ മാളൂട്ടി ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ മഴവിൽ മനോരമയിൽ പൂർണിമ ചേച്ചീൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മാളൂട്ടി പോയി സംസാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡിൻ്റെ അച്ഛൻ വന്നിട്ട് മാളൂസിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കല്യാണച്ചക്കൻ ഡാൻസൊക്കെ കളിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ വീഡിയോസൊക്കെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ആ ചാനലിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മൾ റോബിനും ആരതി ഉണ്ടായിരുന്നു. അപ്പോൾ മാളൂട്ടി അവരെ പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരോട് സംസാരിച്ചിട്ട് വന്നിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു അവരെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ മാളൂട്ടിക്ക് എപ്പോഴും കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ അതാണ് വേണ്ടത് എവിടെ ചെന്നാലും. പിന്നെ നമുക്ക് ഡെക്കറേഷൻ വെച്ചിട്ടുള്ള മുസമ്മി ഉണ്ട്. ഇതിന് മുന്നേ നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നൈസായിട്ടല്ലേ കട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് അവളെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെസേർട്ടൊക്കെ കഴിച്ചു. പിന്നെ കുറേ കട്ടൻ ചായൻ്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ദേവനന്ദ വന്നിട്ടുണ്ടായിരുന്നത്. മാളൂസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ.
ദേവനന്ദേൻ്റെ പുതിയ സിനിമകൾ റിലീസായിട്ടുണ്ടായിരുന്നു, അരൺമണി 4ഉം പിന്നെ ഗൂ ഒക്കെ. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയ മാളികപ്പുറം ടീമിൻ്റെ തന്നെ പുതിയ പടത്തിൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാളൂട്ടി അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്യാണ പെണ്ണിനും ചെക്കനും ഒരു ടാസ്ക് ഉണ്ടായിരുന്നത് ഒരു 5 ട്രഷർ ബോക്സ് വെച്ചിട്ട് അതിൽ ഏതിലാണ് ട്രഷർ എന്ന് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മാളൂട്ടീൻ്റെ അടുത്തായിരുന്നു ഒരു ബോക്സ് ഉണ്ടായിരുന്നേ. അപ്പൊ വാച്ച് ഇടുക, വരിക, സ്റ്റേജിലേക്ക് വരിക. നിങ്ങളുടെ ഒരുമിച്ച് പോയപ്പോൾ ഐ ഹാവ് ഹേർഡ് യു നോ ലൈക്ക് ഐ സെല്ല എന്ന രാജകുമാരി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടി അവരുടെ കൂടെ സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് ഒക്കെ ചെയ്തു. രണ്ടുപേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം കൊടുത്തേ. ഇപ്പൊ ഉപദേശം അഥവാ ഞാൻ ഓർത്തിട്ടൊന്നുമില്ല, എനിക്ക് ഓർക്കാൻ കുറെ ടൈം വേണ്ടിയിരുന്നു. കുറച്ചുകൂടി ആലോചിച്ചിട്ട് പറയാമോ? പോയിട്ട് നോക്കിയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ അവരോട് ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നല്ലൊരു ഫംഗ്ഷനായിരുന്നു, നമുക്കും അതിൽ പോകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, റോട്ടിലൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ലോഗ്. അപ്പോൾ എല്ലാവരും ഇനി വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.